വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മൾ മണിച്ചിത്രത്താഴ് റിലീസ് 4K ഡോൾബി അറ്റ്മോസ് നമ്മുടെ PVR PXL 4M മോളിൽ കാണാൻ വേണ്ടി വന്ന അങ്ങനെയാണ്. രാവിലെ 9 മണിക്കത്തെ ഷോ. അപ്പോൾ ഇതാണ് നമ്മുടെ ടിക്കറ്റാ. സീറ്റ് നമ്പർ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള റോണജി. 1993 ഞാൻ തിയേറ്ററിൽ കണ്ട സിനിമയാണിത്. അച്ഛൻ കൊണ്ടേ കാണിച്ച പടമാണ്. ഇന്നതേ എൻ്റെ 19ാമത്തെ PXL എക്സ്പീരിയൻസ് ആണ്. മണിച്ചിത്രത്താഴ് PXL എക്സ്പീരിയൻസ്. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, ഈ സിനിമ ഞാൻ 1993 റിലീസ് ചെയ്തപ്പോൾ എൻ്റെ അച്ഛൻ എൻ്റെ അമ്മയും എന്നെയൊക്കെ കൊണ്ടുപോയി കാണിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും നൊസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു അനുഭവമാണ് എനിക്ക് ഇന്ന് ഈ സിനിമ വീണ്ടും തിയേറ്ററിൽ കാണാൻ പോയപ്പോൾ ഉണ്ടായത്. അതുമാത്രമല്ല, ഞാൻ മലയാളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റഡ് ആയിട്ട് കണ്ട ഒരു സിനിമയായിരിക്കും. ഇത്രയധികം റിപ്പീറ്റഡ് ആയിട്ട് ഞാൻ റീവാച്ച് ചെയ്ത ഒരു സിനിമ വേറെ ഉണ്ടാവില്ല. എപ്പോൾ എവിടെ കണ്ടാലും ഞാൻ അതിരുന്ന് മാക്സിമം കാണും. എത്ര തവണ കണ്ടെന്നുള്ള ഒരു കണക്ക് പോലും എനിക്കില്ല. എന്നിട്ട് ഞാൻ പറയുകയാണ്, ഈ സിനിമ ഇന്ന് തിയേറ്ററിൽ പോയി കണ്ടിട്ട് ഫ്രഷ് ഒരു സിനിമ കണ്ട അനുഭവം തന്നെയായിരുന്നു. അത്ര രസമായിരുന്നു. ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. ഇതൊക്കെ കൂടാണ്ട് സൗണ്ട്, ഈ സിനിമയുടെ സൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഇതിനകത്ത് സ്കോർ രണ്ടാമത് ചെയ്തിട്ടുണ്ട്, വീണ്ടും ഒന്നുകൂടെ ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ വർഷങ്ങളായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു സിനിമ ആയതുകൊണ്ട് ഇതിലെ സൗണ്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ പോലും എനിക്ക് മനസ്സിലാവും. അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ് ആ കാര്യത്തിൽ നമ്മളെല്ലാവരും കേട്ട് പരിചയമുള്ള മണിച്ചിത്രത്താഴിലുള്ള സ്കോർ അല്ലായിരുന്നു ഞാൻ ഇന്ന് PXL ചെന്നപ്പോൾ ഞാൻ കേട്ടത്. അത് മാറ്റം വരുത്തി പുതിയതായിട്ട് അപ്ഗ്രേഡ് ചെയ്ത സ്കോറാണെന്ന് എനിക്ക് മനസ്സിലായി. അതാരാ ചെയ്തിരിക്കണമെന്ന് എനിക്ക് ഐഡിയ ഇല്ല. പക്ഷെ തീർച്ചയായിട്ടും എൻ്റെ മണിച്ചിത്രത്താഴിലുള്ള സ്കോർ ഇതല്ല. പക്ഷെ ഇന്ന് ഇതിനു വേണ്ടി ചെയ്തിരിക്കുന്നത് അടിപൊളിയായിട്ടുണ്ട്. ഭയങ്കര രസമായിരുന്നു ഇത് തിയേറ്ററിൽ വാച്ച് ചെയ്യാനും കേൾക്കാനും. വാച്ച് ചെയ്യുന്ന കാര്യത്തിൽ ഇത് 35mm ഫിലിം ക്യാമറയിലെടുത്ത ഒരു സിനിമയാണ്. അതാണ് ഇപ്പോൾ കൺവേർട്ട് ചെയ്ത് ഡിജിറ്റലാക്കി വന്നിരിക്കുന്നത്. അപ്പോൾ 1.77:1 റേഷ്യോ എന്ന് പറഞ്ഞാൽ ഒരു റേഷ്യോയിലാണ് ഈ സിനിമ കൺവേർട്ട് ചെയ്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ക്രീനിൽ PXL പോലെയുള്ള PLF ആയിട്ടുള്ള ഫ്ലാറ്റ് സ്ക്രീനുകളിൽ സൈഡിൽ പ്രീമിയം ലാർജ് ഫോർമാറ്റ് സ്ക്രീൻസ് ആയിട്ടുള്ള IMAX, PXL, ക്യൂബിൻ്റെ എപ്പിക് സ്ക്രീൻ, ഇതെല്ലാത്തിലും ഓൾമോസ്റ്റ് ഫുൾ സ്ക്രീൻ നിങ്ങൾക്ക് വരും. ഈ സൈഡിൽ ചെറിയ ഒരു പില്ലർ ബോക്സിങ് ഉണ്ട്, പക്ഷെ അത് നെഗ്ലിജിബിൾ ആണ്. നിങ്ങൾക്ക് മനസ്സിലാവത്തുമില്ല പെട്ടെന്നൊന്നും. അത്ര സൂക്ഷിച്ച് നോക്കിയാലേ നിങ്ങൾക്ക് അറിയാനും പറ്റുള്ളൂ. അത് മാത്രമല്ല, ഓൾമോസ്റ്റ് ഫുൾ സ്ക്രീൻ എഫക്റ്റ് തന്നെയാണ്. ഓൾമോസ്റ്റ്. കാരണം ഇത് 35mm ആയതുകൊണ്ട് ഓൾമോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു 70mm എടുത്തിരുന്ന ഒരു സിനിമയാണെങ്കിൽ തീർച്ചയായിട്ടും നിറഞ്ഞു നിന്നാനെ. ഇപ്പോൾ IMAX 70mm നിങ്ങൾ കേട്ടിട്ടുണ്ടാവൂലേ നിറഞ്ഞു നിൽക്കുന്നത്. പക്ഷേ ഇത് അൺഫോർച്യുനേറ്റ്ലി ആ ടൈമിൽ ഇന്ത്യയിൽ IMAX ക്യാമറയോ അല്ലെങ്കിൽ IMAX തിയേറ്ററൊന്നും അങ്ങനെ കാര്യമായിട്ടില്ല. അതുകൊണ്ടാണ് ഇവർക്ക് അതിൽ ചെയ്യാൻ പറ്റാഞ്ഞത്. പിന്നെ അന്ന് ബഡ്ജറ്റും അത്ര ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടുണ്ട് നല്ലൊരു IMAX ഫിലിം ക്യാമറയെ തന്നെ ഇതുപോലുള്ള വൻകിട ബ്രഹ്മാണ്ഡ സിനിമകൾ മലയാളത്തിൽ എടുത്തിരുന്നെങ്കിൽ അത് വേറെ ലെവലായിരുന്നു. ഭയങ്കര വലിയൊരു അച്ചീവ്മെൻ്റായി മാറിയാണ്. കാരണം ഈ സിനിമകളൊക്കെയാണ് അങ്ങനെ എടുക്കേണ്ടിയിരുന്നത്. ഗുരു, മനസ്സിലായില്ലേ? അപ്പോൾ ഇത് എന്നിട്ടും ഞാൻ പറയാണ്, ഇന്ന് കാണുമ്പോൾ ഒരു പ്രത്യേക ഫീലായിരുന്നു. പിന്നെ നമ്മൾ ഈ സിനിമ തിയേറ്ററിൽ കാണാൻ പോകുമ്പോൾ ആദ്യം തന്നെ കാണാൻ പോകുന്നത് ഒരുപാട് പേർക്ക് ആദരാഞ്ജലികൾ പറഞ്ഞുകൊണ്ടുള്ള കുറേ കാർഡുകളാണ്. അത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടം വന്നു. കാരണം ഈ സിനിമയിലുള്ള ഒരുപാട് ആൾക്കാർ ഇപ്പോൾ നമ്മളെ വിട്ടുപോയി. ഒരുപാട് നടന്മാർ, തിലകൻ ചേട്ടൻ, കുതിരോട്ടം പപ്പു ചേട്ടൻ, നെടുമുടി വേണു ചേട്ടൻ, KPC ലളിത ചേച്ചി, അങ്ങനെ ഒരുപാട് പേര് നമ്മളെ വിട്ടുപോയി. അപ്പം അത് ഒരു ഭയങ്കര നമുക്കിങ്ങനെ ഹാർഡ് ഹിറ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്ത്. പിന്നെ ഇവരെയൊക്കെ രണ്ടാമത് സ്ക്രീനിൽ കണ്ടപ്പോൾ ഉണ്ടല്ല, കുതിരോട്ടം പപ്പു ചേട്ടനൊക്കെ ഒരു രക്ഷയില്ല. ഇന്നസെൻ്റ് ഏട്ടനൊക്കെ എന്താ അഭിനയമാണ്. ശരിക്കും പറഞ്ഞാൽ ആ കാലഘട്ടത്ത് ബെസ്റ്റ് ഒരു ഹാസ്യ നടൻ്റെ അവാർഡ്, നാഷണൽ അവാർഡും സ്റ്റേറ്റ് അവാർഡും ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇന്നസെൻ്റ് ആയിട്ടാണ് കൊണ്ടുപോയത്. കാരണം അൺമാച്ച്ഡ് പെർഫോമൻസ് ആയിരുന്നു.
ഈ സിനിമയാക്കി മാറ്റിയതിൽ വലിയൊരു പങ്ക് ഇന്നസെൻ്റ് ഏട്ടനുണ്ട്. അപ്പോൾ പുള്ളിയുടെ അത്രയും കോമിക് ടൈമിങ്ങും വേറെ ലെവൽ എക്സ്പ്രഷൻസും എന്താണ് പുള്ളി കാണിക്കുന്നത്, കനോട്ട് ബി റീക്രിയേറ്റഡ്. അത്രയും സൂപ്പറായിട്ട്, അത്ര അടിപൊളിയായിട്ട് വേറൊരു നടൻ അങ്ങനെ അഭിനയിക്കാൻ ഇനി പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പുള്ളി ഉണ്ടായിരുന്നെങ്കിൽ തന്നെ പുള്ളിക്ക് രണ്ടാമത് അഭിനയിക്കാൻ പറ്റുമെന്ന് ഡൗട്ടില്ല. ആ ലെവലിൽ ചെയ്തു വെച്ചിരിക്കണം. ഈ സിനിമ ഒരു കംപ്ലീറ്റ് പാക്കേജാണ് എൻ്റെ മനസ്സിൽ. ഒരു ത്രില്ലറാണ്, സസ്പെൻസ് അടങ്ങിയ ഒരു സിനിമയാണ്, ഹൊറർ മൂഡിൽ പോകുന്ന സിനിമയാണ്. ഇറ്റ് കംസ് വിത്ത് ഗ്രേറ്റ് മ്യൂസിക്, ഗ്രേറ്റ് ആക്ടിങ്, ഗ്രേറ്റ് ടെക്നിക്കാലിറ്റി, എല്ലാം കൊണ്ടും സൗണ്ട് ഡിസൈൻ എല്ലാം കൊണ്ടും ഒരു കിഡിലൻ സിനിമ. ഒരു നോവലായിട്ട് കൂടി, നോവലിനെ ആസ്പദമാക്കി, മധുമുട്ടൻ്റെ നോവലിനെ ആസ്പദമാക്കി വന്ന സിനിമയായിട്ട് കൂടിയും അത്ര അധികം വിജയം കണ്ടെത്താൻ പറ്റിയ ഒരു സിനിമ. പൊതുവെ നോവൽ ആസ്പദമാക്കിയിട്ടുള്ള സിനിമകൾ വരുമ്പോഴേക്കും വിജയം കണ്ടെത്താൻ ഭയങ്കര പാടാണ്. കാരണം എല്ലാവരും നോവലായിട്ട് കമ്പയർ ചെയ്യും, എപ്പോഴും ഒരു ക്രിറ്റിസിസം ഉണ്ടാവും. പക്ഷേ ഈ സിനിമ അതൊക്കെ തരണം ചെയ്ത് വന്നൊരു പാടാണ്. ഫാസിലെ കൂടാതെ ഈ സിനിമയിൽ വേറെ 3 സഹസംവിധായകരുണ്ട്. ആരൊക്കെയാണെന്ന് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. 3 പേരും വളരെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അത് ആരാണ് മണിച്ചിത്രത്താഴിൻ്റെ 3 അസോസിയേറ്റ് ഡയറക്ടേഴ്സ് എന്നുള്ളത്, അത് ആരാണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യും. 3 പേരും ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ ഭയങ്കര ഒരു മലയാള സിനിമയ്ക്ക് തന്നെ ഒരു മുതൽക്കൂട്ടായിട്ടുള്ളൊരു സിനിമയാണ് ഇപ്പോൾ റിലീസ് ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സിനിമ PXൽ കണ്ടിട്ട് എനിക്ക് എന്ത് വ്യത്യാസങ്ങൾ തോന്നി എന്നുള്ളതും കൂടി ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. ഈ സിനിമ PXൽ കണ്ടപ്പോൾ എനിക്ക് ആദ്യം തന്നെ ഇഷ്ടപ്പെട്ട കാര്യം ഇത് ആ നിറഞ്ഞു നിന്ന ആ എഫക്റ്റാണ്. 4K 5.1 IAB ആണ് ഇതിൻ്റെ DCP വന്നിരിക്കുന്നത്. IAB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഡോൾബി അറ്റ്മോസിന് തന്നെ പുതിയ ഫയൽ ഫോർമാറ്റാണ്. എല്ലാ തിയേറ്ററിലേക്കും അത് കോമ്പാക്റ്റബിൾ ആവാൻ വേണ്ടിയുള്ള ഒരു പുതിയ ടൈപ്പ് ഓഫ് ഡോൾബിയുടെ ഒരു ഫയൽ ഫോർമാറ്റാണ് ഈ IAB എന്ന് പറയുന്നത്. അറ്റ്മോസ് തന്നെയാണ് സംഭവം. 5.1 അറ്റ്മോസ് ഔട്ടാണ് ഈ പറയുന്നത് 5.1 IAB എന്ന് പറഞ്ഞാൽ. അപ്പോൾ വളരെ റെയറായിട്ടാണ് നമുക്ക് 7.1 IAB ഒക്കെ വരുന്നത്. ഈ സിനിമ ആണെങ്കിൽ ഇതിൻ്റെ ഓഡിയോ ട്രാക്ക് പഴയതല്ലാതെ ഇവരിത് പുതിയ രീതിയിൽ സ്കോർ ചെയ്തങ്ങാണ്ട് ചെയ്തേക്കാനാണ്. ഡബ്ബിങ് രണ്ടാമത് ഡബ് ചെയ്തിട്ടില്ല, പക്ഷെ അത് എൻഹാൻസ് ചെയ്തിരിക്കുന്ന അടിപൊളിയായിട്ടാണ്. ഭയങ്കര ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ടാണ് ഇതിനകത്ത് ഓരോ ആൾക്കാരുടെ വോയിസ് ഒക്കെ വന്നിരിക്കുന്നത്. പക്ഷേ ഞാൻ അപ്പോഴൊരു കാര്യം പറയുകയാണ്, ഇപ്പം ഞാൻ ഒരുപാട് റിലീസ് സിനിമകൾ കണ്ടു. ലാലേട്ടൻ തന്നെ സ്പടികം കണ്ടു, ദേവദൂതം കണ്ടു, ഇപ്പോൾ മണിച്ചിത്രത്താഴ് കണ്ടു. പക്ഷെ അപ്പോഴും ഞാൻ ഒരു കാര്യം പറയാം, ക്വാളിറ്റി വെച്ച് നോക്കുമ്പോഴേക്കും എനിക്ക് തോന്നുന്നത് ഇതിനേക്കാളും ഒരു പടി മുന്നിൽ ദേവദൂതൻ എനിക്ക് ഫീൽ ചെയ്തു. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല, അത് ഇങ്ങനെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നത്. പക്ഷെ എന്തോ മേ ബി ആ സിനിമയുടെ മ്യൂസിക് ഇതും ലെവലിൽ തന്നെ പാടാണ്. പക്ഷേ എന്തോ ആ ദേവദൂതൻ്റെ റീമാസ്റ്ററിങ് എനിക്ക് കുറച്ചും കൂടി എന്തോ മേ ബി ഞാൻ കണ്ട തിയേറ്ററിൻ്റെ ആവാം. കാരണം വനിതയിലെ സ്ക്രീൻ സൈസ് ചെറുതാണല്ലോ, അപ്പോഴും കുറച്ച് ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് ചിലപ്പോൾ ഫീൽ ചെയ്തേക്കാം. ഇവിടെ ഭയങ്കര വലിയ സ്ക്രീൻ ആയതുകൊണ്ട്, വനിതയെക്കാളൊക്കെ ഇരട്ടി വലിപ്പമുള്ള സ്ക്രീൻ ആയതുകൊണ്ട് തോന്നിയതാവാം. വനിതയെ കണ്ടാൽ ചിലപ്പോൾ ഈക്വൽ എഫക്റ്റ് ആയിട്ട് ഫീൽ ചെയ്തതാണ്. പക്ഷേ ഞാൻ വനിതയെ കാണാതിരുന്ന ഒറ്റ കാരണം വേറെ ഒന്നും വെച്ചിട്ടല്ല, ഇതൊരു ഫ്ലാറ്റ് റേഷ്യോ മൂവി ആയതുകൊണ്ടാണ്. നിങ്ങൾ ആരെന്നോട് ചോദിച്ചാലും എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട തിയേറ്റർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുപോലെ തന്നെ 2 തിയേറ്ററിൻ്റെ പേര് വേണമെങ്കിൽ ഒരു പടി മുകളിൽ ഞാൻ എപ്പോഴും വനിതയുടെ പേര് പറയും. പക്ഷേ വനിതയിൽ ഒരു ഫ്ലാറ്റ് റേഷ്യോ സ്ക്രീൻ ഇല്ല. അതുകൊണ്ട് സ്കോപ്പിൽ കൊണ്ടുപോയി ഫ്ലാറ്റ് ഇട്ടാൽ 2 സൈഡിലും ഭയങ്കരമായിട്ട് പില്ലർ ബോക്സിങ് ഉണ്ടാവും. 2 തിക്കായിട്ട് ബ്ലാക്ക് ബാർസ് വരും. അത് അങ്ങനെ കണ്ടുകൊണ്ട് ഈ സിനിമ കാണരുത് എന്ന് വെച്ചിട്ടാണ് ഫ്ലാറ്റ് റേഷ്യോ സിനിമകൾ വരുമ്പോൾ ഞാൻ എപ്പോഴും PXL ഓടുന്നത്. അപ്പോൾ PXL കണ്ടപ്പോഴേക്കും നമുക്ക് ഏകദേശം ആ ഒരു ഇമേഴ്സീവ് എക്സ്പീരിയൻസ് നല്ല രീതിയിൽ കിട്ടി. പക്ഷേ എവിടെയോ എൻ്റെ മനസ്സിൽ ദേവദൂത് ഇതിനും കുറച്ചുകൂടി രസമായിരുന്നില്ലേ എന്നുള്ളൊരു തോട്ട് ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു. പക്ഷേ ഈ സിനിമയോടുള്ള അഗാധമായ ഇഷ്ടം കൊണ്ട് നമുക്ക് വേറൊന്നും ഒരു പരിധി വിട്ട് നമ്മൾ ചിന്തിക്കുന്നില്ല. ഇന്ന് ഞാനൊരു വേറൊരു കാഴ്ച ഉണ്ട്. ആ കാഴ്ചയും കൂടി വന്നപ്പോഴേക്കും എൻ്റെ ഇന്നത്തെ ടിക്കറ്റ് കാശ് മുതലായി ഞാൻ ധന്യനായി എന്ന് പറഞ്ഞ ഒരു അവസ്ഥയായിരുന്നു. ഒരുപാട് സെലിബ്രിറ്റീസ് ഇന്ന് സിനിമ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു, ഒരുപാട് പേര്. അതിനകത്ത് നമ്മുടെ പപ്പു ചേട്ടൻ്റെ മോൻ ബിനു ചേട്ടന് വന്നിട്ടുണ്ടായിരുന്നു. ബിനു പപ്പു ചേട്ടൻ നമ്മുടെ കുതിരോട്ടം പപ്പു ചേട്ടൻ്റെ ഇൻട്രൊഡക്ഷൻ കാണിക്കുന്ന സീനിൽ ഞാൻ ഫസ്റ്റ് ആ ഇത് സീൻ കണ്ടിട്ട് ഉടനെ തിരിഞ്ഞ് ഞാൻ നോക്കിയത് ബിനു ചേട്ടനെയാണ്. പുള്ളിയുടെ ഒരു എക്സ്പ്രഷൻ ഞാൻ കണ്ട്, എൻ്റെ പൊന്നെ, പുള്ളിയുടെ ഫാദറിൻ്റെ ആ സീൻ ആ മകൻ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച വിറ്റ്നസ് ചെയ്ത് ഞാൻ അത് മതിയായിരുന്നു. അത് ടോട്ടൽ ബ്ലിസ് എന്നൊക്കെ പറഞ്ഞാൽ അതായിരുന്നു.
പുള്ളിയുടെ മനസ്സിലൂടെ എന്തായിരിക്കും കടന്നു പോയതെന്ന് എനിക്ക് ആ മുഖത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അയ്യോ, ഹിസ് ഫാദർ വാസ് എൻ അമേസിങ് കോമിക് ആക്ടർ. കോമിക് ആക്ടർ മാത്രമല്ല, തേന്മാവിൻ കൊമ്പത്തിലൊക്കെ പുള്ളി അഭിനയിച്ചിരിക്കുന്നത്. എന്തോരം സിനിമ പറയാനുണ്ട്. അപ്പോൾ ഈ പപ്പുച്ചേട്ടനൊക്കെ ഇപ്പോൾ കണ്ടപ്പോഴേക്കേ എനിക്ക് മനസ്സിൽ വന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനിമാ നടന്മാർക്ക് അല്ലെങ്കിൽ മീഡിയ അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ഗുണമുണ്ട്. അവരൊരിക്കലും പൂർണ്ണമായിട്ടും മറക്കപ്പെടുന്നില്ല. എപ്പോഴും അവരുടെ വർക്ക് ആൾക്കാരിലേക്ക് അവരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ സിനിമ ഒരുപാട് പേര് അങ്ങനെ നമ്മളെ വീണ്ടും എടുത്ത് കാണിക്കുന്നുണ്ട്. തിലകൻ ചേട്ടൻ എന്തൊരു പെർഫോമൻസ് ആണ് ഈ സിനിമയിലകത്ത്. കുറച്ച് നേരം പുള്ളിയെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് ടൈപ്പ് ഇമോഷൻസ് വരും. അതിനകത്തുള്ള ആക്ടിങ്, പിന്നെ മറ്റേ സണ്ണിക്കുട്ട എന്ന് പറയുന്ന ആ സാധനം, അത് ഒരു മീമായിട്ട് വരുന്ന രീതിയിൽ നമുക്ക് മിക്സഡ് ഇമോഷൻസ് പല കാര്യങ്ങളാണ് വരുന്നത്. തെലുങ്കുചേട്ടനെ കണ്ടപ്പോൾ എനിക്ക് സങ്കടം വന്ന് പുള്ളിയെ മിസ് ചെയ്യുന്നതുകൊണ്ട് പുള്ളിയുടെ ഡയലോഗ് ഡെലിവറി കണ്ടിട്ട് ഞെട്ടിപ്പോയി, എക്സ്പ്രഷൻ കണ്ടിട്ട്. അതുകൂടാണ്ട് ചില സാധനങ്ങൾ ഇപ്പം മീമായിട്ട് വന്നതുകൊണ്ട് നമുക്ക് ചിരിയും വന്നു, മനസ്സിലായില്ലേ? അപ്പോൾ ഒരു മിക്സ്ഡ് ബാഗേജാണ്. പുള്ളിയൊക്കെ എന്ത് ഏസ് പെർഫോമറായിരുന്നു. ശോഭനയുടെയും ലാലേട്ടൻ്റെ കാര്യം പറയണ്ടല്ല ഈ സിനിമയിൽ. പക്ഷെ എൻ്റെ ഒരു കാഴ്ചപ്പാട്, ഒരാളും കൂടി ഇവിടെ ഭയങ്കരമായിട്ട് ഡിസർവ് ചെയ്യുന്നത് അൺസങ് ഹീറോ ഓഫ് ദിസ് മൂവി, സുരേഷ് ഗോപി ചേട്ടൻ. കാരണം ഇതിനകത്ത് നാഗവല്ലിയുടെ ഏത് ശോഭനയുടെ സീക്വൻസസ് വന്നാലും അതിനെ ഏറ്റവും കൂടുതൽ കോംപ്ലിമെൻ്റ് ചെയ്ത് കൂടെ നിന്ന് അഭിനയിച്ച സുരേഷ് ഗോപി ചേട്ടനാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സുരേഷ് ഗോപി ചേട്ടൻ്റെ നഗലെന്നുള്ള ക്യാരക്ടർ അതൊരു കിടിലൻ എക്സ്പ്രഷൻസ് തരുന്നതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ആക്ഷൻ എപ്പോഴും റിയാക്ഷൻ ഉണ്ടാവും. ആ റിയാക്ഷനിൽ നിന്നാണ് ആ സീൻ ഭയങ്കര കിടിലായിട്ട് നമുക്ക് ഫീൽ ചെയ്യണം. അതിപ്പോൾ ഒരു ഹൊറർ മൂവീസ് കണ്ടിട്ടില്ലേ? ഒരു പ്രേതത്തെ കണ്ട ഒരാൾ ഞെട്ടും. ആ ഞെട്ടലിൻ്റെ ആഘാതം കൊണ്ടാണ് നമുക്കും ആ ഒരു ഭീകരത ഫീൽ ചെയ്യണം. ആ സിമിലർ ഒരു സംഭവം ഇതിനകത്തുണ്ട്. സുരേഷ് ഗോപി ചേട്ടൻ്റെ ആക്ടിങ്, എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു കാര്യം മനസ്സിൽ വന്നു. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ കണ്ടത് ഞാനൊന്നുമല്ല. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ കണ്ടത് സുരേഷ് ഗോപി ചേട്ടനും ലാലേട്ടനും ഫാസിൽ എന്നുള്ള ഡയറക്ടറെയാണ് ഈ സിനിമ പോയി തിയേറ്ററിൽ ഇങ്ങനെ ഒരു അടിപൊളി ക്രൗഡിൻ്റെ കൂടെ ഇരുന്ന് കാണേണ്ടത്. കാരണം അവർക്കൊക്കെ ഇതൊരു വലിയൊരു റിമൈൻഡർ ആയിരിക്കും, ഒരു ലുക്കിംഗ് ബാക്ക് ആയിരിക്കും. എന്ത് ലെവൽ സാധനങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇനി അങ്ങോട്ടേക്ക് ഇതുപോലുള്ള സാധനങ്ങൾ വേണം ചെയ്യാൻ. അല്ലാതെ ഞങ്ങളുടെ വിലപ്പെട്ട സമയവും കഴിവും വെറുതെ ചവറ് സിനിമകൾ ചെയ്ത് കളയരുത് എന്നുള്ള ഒരു ബോധ്യം വരാനായിട്ടൊക്കെ ഇവർക്കൊക്കെ ഇത് രണ്ടാമത് ഒന്നിങ്ങനെ ഇരുന്ന് കാണുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് ഫീൽ ചെയ്ത്. എനിക്ക് ദേവദൂതം കണ്ടപ്പോൾ പറഞ്ഞ അതേ കാര്യം തന്നെ എനിക്കത് ഫീൽ ആണ്. ലാലേട്ടനൊക്കെ ഇത് ഒരു തിയേറ്ററിൽ ഇതുപോലുള്ള ഓഡിയൻസിലൂടെ വന്നിരിക്കണം. ലാലേട്ടൻ ഒരിക്കലും സിനിമയ്ക്ക് അങ്ങനെ വന്ന് ഞാൻ കാണാറില്ല. ഒരു ദിവസം ഒന്ന് വന്ന് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഇതുപോലെ ഉള്ള ലാലേട്ടൻ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഗംഭീര പടങ്ങളൊന്ന് ക്രൗഡിൻ്റെ കൂടെ ഇരുന്ന് കാണും. ആ ക്രൗഡിൻ്റെ പൾസ് നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ആ ക്രൗഡ് നിങ്ങളെ സ്നേഹിക്കുന്ന എത്രയാണ്, എന്ത് തരം സിനിമകളാണ് നിങ്ങൾ ആസ് ആൻ ആക്ടർ ഞങ്ങൾക്ക് തരേണ്ടത്, എന്തൊക്കെയായിരുന്നു നിങ്ങൾ തന്നുകൊണ്ടിരുന്നേച്ചതെന്നുള്ള ഒരു വലിയൊരു വെളിപാട് വരും. അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്കും ഞങ്ങൾക്കും ഒക്കെ കേട്ടോ. കാരണം ഇപ്പം മാർവൽ കുറേ നാൾക്ക് കുറേ പടം ഇറക്കിക്കൊണ്ടിരുന്നേച്ച്, പക്ഷേ എപ്പോൾ മാർവൽ ഫാൻസിന് ആവശ്യമുള്ളൊരു സാധനം എടുത്ത് അങ്ങോട്ട് കൊടുത്തോ അവർ ഭയങ്കര സക്സസ്ഫുള്ളായി. ആ എല്ലാ ബാക്ക്ലാഷും ഒക്കെ തിരിഞ്ഞ് മറിഞ്ഞ് സക്സസ് ആയി മാറി. ഇപ്പോൾ ഡെഡ്പൂൾ ആൻഡ് വുൾവറിൻ്റെ ഇത് കണ്ടില്ലേ? അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളിങ്ങനെ ഇതുപോലെയുള്ള റിലീസസ് വരുമ്പോൾ ഒന്ന് വന്നിരുന്ന് ആ ക്രൗഡിൻ്റെ കൂടെ ഇരുന്ന് അങ്ങോട്ട് കണ്ടു ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ കിട്ടും. ഇനി അങ്ങോട്ടേക്ക് എന്ത് ചെയ്യണം, എന്ത് തരം പടങ്ങളാണ് ജനങ്ങളുടെ മുന്നിലേക്ക് ഇനി കൊണ്ടുവരേണ്ടത്, എങ്ങനത്തെ പടങ്ങളാണ് ജനങ്ങൾക്ക് ഇഷ്ടമെന്നുള്ളത്. അപ്പോൾ ആ ഒരു വളരെ നല്ല എക്സസൈസ് ആയിരിക്കും എന്നാണ് എനിക്കത് പറയാനുള്ളത്. എന്തായാലും ഈ സിനിമ PXൽ കണ്ടിട്ട് എനിക്ക് വളരെയധികം സന്തോഷമായിരുന്നത്, ഭയങ്കര സന്തോഷം. ഇത് ഐമാക്സിൽ കണ്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്, എന്താണ് എക്സ്പീരിയൻസ് എന്നുള്ളത്. എന്തായാലും ടു മീ ദിസ് വാസ് വർതി ഓഫ് മൈ ടിക്കറ്റ് പ്രൈസ്. ആകെയുള്ള ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇത് കുറച്ച് സ്ഥലങ്ങളിൽ 1-2-3 സ്ഥലങ്ങളിൽ എസ്പെഷ്യലി വൈഡ് ഷോട്ട്, ക്ലോസ് അപ്പ് ഷോട്ട്സിലൊക്കെ ഭയങ്കര കിഡിലായിട്ട് റീവർക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ കുറേ വൈഡ് ഷോട്ട്സ് വരുമ്പോൾ
ഭയങ്കര ബ്ലറി ഒരു എഫക്റ്റ് ഉണ്ടായിരുന്നു. മേ ബി ആ ടൈമിലുള്ള ഫോക്കസിൻ്റെ, പക്ഷെ അത് ഞാൻ ബിലീവ് ചെയ്യുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ പൊതുവേ ഫിലിം ക്യാമറയ്ക്ക് നല്ല ഫോക്കസ് ആയിരിക്കും. അപ്പോൾ എനിക്ക് തോന്നണം മേ ബി ഫിലിം കേടായിട്ട് അത് മര്യാദക്ക് തിരിച്ച് റീമാസ്റ്റർ ചെയ്യാൻ പറ്റാത്തതിൻ്റെ എന്തെങ്കിലും പ്രശ്നമാവാം. പക്ഷെ അത് കുറേയൊന്നും ഉണ്ടായില്ല, കുറച്ച് സ്ഥലങ്ങളിലുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത്രയും ഒരു ഗംഭീരമായ ഒരു 4K റെസൊല്യൂഷൻ സ്ക്രീനിലിരുന്ന് 4K റെസൊല്യൂഷനിൽ ഈ സിനിമ കാണുമ്പോഴേക്കും ചെറിയ പ്രോബ്ലംസ് വരെ നമുക്ക് എടുത്ത് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ഇതൊക്കെ ഞാൻ നോട്ടീസ് ചെയ്തത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇതുവരെ ഈ സിനിമ കാണാത്ത ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഗംഭീരമായ സുവർണ അവസരമാണ്. ഇത് PXL തന്നെ പോയി കാണാമെന്ന് ഞാൻ പറയും. നിങ്ങൾക്ക് ഒരു രക്ഷയില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് എവിടെയെങ്കിലും ഒരു ഫ്ലാറ്റ് റേഷ്യോ സ്ക്രീനിങ് അവിടെ കാണാം. അതൊന്നും രക്ഷയില്ലെങ്കിൽ നിങ്ങൾ ഒന്നും നോക്കണം, നേരെ വനിതവിധ വന്ന് പടം കണ്ടോ, അല്ലെങ്കിൽ PXL. കാരണം വനിതവിധയിൽ ബ്ലാക്ക് ബാർ ഉണ്ടാവുന്നേ ഉള്ളൂ. സൗണ്ട് എഫക്റ്റ് വേറെ സീനായിരിക്കും, വിഷ്വലും വേറെ ലെവലായിരിക്കും. ഇങ്ങനെയുള്ള അവസരങ്ങളിലാണ് ഞാൻ ലിൻഡോ ചേട്ടൻ്റെ അടുത്ത് സംസാരിച്ച ഒരു കാര്യം എനിക്ക് ഓർമ്മ. അതായത് ഒരു PLF സ്ക്രീൻ ചേട്ടാണ് വനിതവിധയിൽ. ഇനി ഒറ്റൊരു സാധനം മാത്രമേ കുറവുള്ളൂ, അത് ഒരു ഫ്ലാറ്റ് റേഷ്യോ സ്ക്രീനില്ല എന്നുള്ളതാണ്. അതും കൂടെ വന്ന മോനെ, ഇപ്പം 4 സ്ക്രീനും 4K ആയിട്ടുണ്ട്, 4K ലേസർ ആക്കിയിട്ടുണ്ട്. പക്ഷേ ഒരു ഫ്ലാറ്റ് റേഷ്യോ സ്ക്രീനും കൂടി വന്നു. അതുണ്ടെങ്കിലാണ് ഇതുപോലെയുള്ള സിനിമകൾ വരുമ്പോൾ എടുത്തിട്ട് പൂശാൻ പറ്റുള്ളൂ. അതും കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല. ഇപ്പം തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് തിയേറ്റർ ഇൻ കൊച്ചിയാണ്, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. ആ ഒരൊറ്റൊരു ഫ്ലാറ്റ് റേഷ്യോ സ്ക്രീൻ ഇല്ല എന്നുള്ള ഒറ്റൊരു സാധനം മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അതവിടെ വന്നു കഴിഞ്ഞാൽ സാധനം വേറെ സീനായിരിക്കും. ശരിക്കും പറഞ്ഞാൽ വനിതയിൽ ഫ്ലാറ്റ് റേഷ്യോ സ്ക്രീൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു പോയി ഇന്നത്തെ അവസ്ഥയിൽ. എനിവേസ്, നിങ്ങൾ ഈ സിനിമ കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കുക എന്ന് ഞാൻ പറയുകയാണ്. കാരണം ഇത് ധൈര്യപൂർവ്വം എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. കാരണം മനുഷ്യത്വത്താഴാണ്. ഇത് ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോയെന്ന് തന്നെ എനിക്ക് ഡൗട്ടാണ്. പിന്നെ ശോഭന മാം എന്നുള്ള ആക്ട്രസ് തീർച്ചയായിട്ടും മലയാള സിനിമയ്ക്ക് ഒരു മുതൽക്കൂട്ടാണ്. ഇതിനകത്ത് ശോഭന മാം ചെയ്തിരിക്കുന്ന റോള് ശോഭന മാം തന്നെ ഇനി ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം അത്രയും ഇതൊരു പരകായ പ്രവേശൻ ലെവൽ സാധനമായിരുന്നു. കാന്താരയിൽ ഋഷഭ് ഷെട്ടി ഈ അവസ്ഥയായിരുന്നു. എനിക്ക് തോന്നുന്നില്ല ഇനി അവർക്ക് ഇത് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അതേ അവസ്ഥയാണ് ശോഭന മാം ചെയ്യാൻ പറ്റിയാൽ. ആ സീനാണ് ഒന്നും പറയല്ല നമുക്ക്, അങ്ങനത്തെ സീനായിരിക്കും. ശോഭന എൻ്റെ പൊന്നു, എന്ത് സാധനം ചെയ്തിരിക്കുന്ന ഒരു ആക്ട്രസ്. ഐ ഡോണ്ട് തിങ്ക് ദർ ഇസ് നത്തിങ് ബിയോണ്ട് ദിസ്. അങ്ങനത്തെ ഒരു ലെവൽ ഓഫ് ഒരു ആക്ടിങ് ഇന്ന് ഈ സിനിമ കാണുമ്പോഴും ഫ്രഷ്നെസ് ആണ് അനുഭവപ്പെട്ടത്. ഇപ്പം ഇറങ്ങുന്ന കുറേ സിനിമകളൊക്കെ രണ്ടാമത് കാണാനേ പറ്റാറില്ല. ഇതൊക്കെ എത്ര തവണ കണ്ടിട്ടുണ്ടെന്ന് പോലും അറിയില്ല. നിങ്ങളൊന്ന് പറയുക, നിങ്ങൾ മനുഷ്യത്വത്തായിരുന്നുള്ള സിനിമ എത്ര തവണ കണ്ടിട്ടുണ്ടെന്നുള്ളത്. എന്നിട്ടും ഞാൻ പറയുകയാണ്, ഇത് വീണ്ടും തിയേറ്ററിൽ ഇപ്പോൾ കണ്ടിട്ട് കുഴപ്പമില്ല. ഇനി റിലീസ് ചെയ്താലും വീണ്ടും ക്ലാരിറ്റി കൂട്ടി വീണ്ടും സെറ്റപ്പ് ചെയ്ത് ഫ്യൂച്ചർ പ്രൂഫാക്കി സാധനം വന്നാൽ വീണ്ടും കാണാൻ ആളുണ്ടാവും. കാരണം ഈ സിനിമയ്ക്ക് എന്നും ആളുണ്ടാവും. എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. എന്തായാലും താങ്ക് യു സോ മച്ച് ടു ദ ടീം, ഫാസിൽ ആൻഡ് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ആൻഡ് എവ്രിബഡി ഹൂ വാസ് പാർട്ട് ഓഫ് മണിച്ചിത്രത്താഴ് എന്നുള്ള ഈ എപ്പിക് സിനിമ. ഇത് രണ്ടാമത് തിയേറ്ററിലേക്ക് എത്തിച്ചതിന് ഒരുപാട് നന്ദി. ഇതിൻ്റെ മ്യൂസിക് രണ്ടാമത് സ്കോർ ചെയ്തിരുന്ന ആള്, മ്യൂസിക് ഇൻ ദ സെൻസ് സ്കോർ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ രണ്ടാമത് ചെയ്തെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അത് ആരാണോ ചെയ്തിരിക്കുന്നത് അയാളുടെ ആർക്കെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്തായാലും വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആ വിഷ്വൽ സാധനം അടിപൊളിയായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര വലിയ സ്ക്രീനിൽ കണ്ടതിൻ്റെ ഒരു പ്രോബ്ലം ആണെന്നറിയില്ല. ദേവദൂതൻ ഒരു പടിക്ക് മുകളിൽ എനിക്ക് ഇതിനേക്കാളും അടിപൊളിയായിട്ടാണ് ഫീൽ ആയത്. സിനിമേനെ പറ്റിയല്ലേ പറഞ്ഞത്, ആ ഒരു ക്ലാരിറ്റിയുടെ കാര്യം. ഇത് 4K ഡോൾബി അറ്റ്മോസിലാണ് ഞാൻ കണ്ടത്. ദേവദൂതൻ അങ്ങനെയാണ് കണ്ടത്. പക്ഷേ എവിടെയൊക്കെയോ ദേവദൂതൻ ഹാഡ് എ സ്മോൾ അപ്പർ ഹാൻഡ് ഇൻ മൈ ഒപ്പീനിയൻ. പിന്നെ ഇപ്പോഴത്തെ തലമുറയോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ തീരാ നഷ്ടമായിരിക്കും എൻ്റെ അഭിപ്രായത്തിൽ. ഈ സിനിമ ഇപ്പം പോയി നിങ്ങൾക്ക് തിയേറ്ററിൽ കാണാൻ പറ്റുന്നത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. അപ്പോൾ മാക്സിമം നിങ്ങളത് വിനിയോഗിക്കുക, കാണാൻ നോക്കുക. സിനിമാക്കാർക്ക് ചിലപ്പോൾ ഇത് ബിസിനസ് ആയിരിക്കാം, പക്ഷേ ആസ് എ ഫിലിം ലവർ ഞാൻ പറയുകയാണ്, ഇഫ് യു ലവ് ഫിലിംസ്, ദിസ് വൺ ഓഫ് ദ മൂവീസ് ദാറ്റ് യു ഷുഡ് നെവർ മിസ് ഇൻ തിയേറ്റർ. ഇതൊരു അനുഭവമാണ്, എക്സ്പീരിയൻസ് ആണത്.
ഇൻ എ തിയേറ്റർ. ഈ സിനിമ അത്ര ഗംഭീരമായ ഒരു അനുഭവം. ഒരുപാട് പേരെ മൺമറഞ്ഞു പോയ ആൾക്കാരെയും കൂടി ഇന്ന് കാണാൻ പറ്റി. എല്ലാം കൊണ്ടും ഒരു കിടിലൻ അനുഭവം. ഇതാണ് മണിച്ചിത്രത്താഴ് റിലീസ് ഫോർ മീ. അപ്പം നിങ്ങൾ ഇതുപോലെ കണ്ട ആൾക്കാരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക എന്താണ് നിങ്ങൾക്ക് തോന്നിയെന്നുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. അപ്പം നമുക്ക് നാളെ വേറെ വീഡിയോ ഇട്ടണം. ബൈ ബൈ.